നമസ്കാരം. ഉപവാസത്തിൻ്റെ പ്രത്യേകത, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. നമ്മളെല്ലാവരും ഉപവാസം എടുക്കാറുണ്ട് അല്ലേ? ഉപവാസം, വ്രതം, ഇതൊക്കെ പിന്നെ ഒരു ഫാഷൻ പോലെ ആയിട്ടുണ്ട്. നേരത്തെയൊക്കെ ഉപവാസം എടുക്കാൻ തന്നെ വലിയ ബുദ്ധിമുട്ടായിരുന്നു ആളുകൾക്ക്. ഇപ്പോൾ മിക്കവാറും സ്ത്രീകളൊക്കെ ഇപ്പോൾ സ്ഥിരം ഉപവാസം എടുക്കുന്നവരൊക്കെ ഉണ്ട്. വ്രതം, ഉപവാസമൊക്കെ എടുക്കുന്നവരുണ്ട്. പൂർണ്ണ ഉപവാസം, മധ്യം ഉപവാസം എന്നൊക്കെ പറയുന്നുണ്ട്. പൂർണ്ണ ഉപവാസം എന്ന് പറഞ്ഞാൽ ജലപാനം പോലും ഇല്ലാതെ ഒരു ദിവസം മുഴുവനും പട്ടിണിയായിട്ടിരിക്കുക, 2 ദിവസം മുഴുവൻ ഇരിക്കുക, 3 ദിവസം മുഴുവൻ ഇരിക്കുക. പൂർണ്ണ ഉപവാസമാണ്, അതാണ്. പിന്നെ ചിലത് മദ്യമാണ്. മദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജലം മാത്രം, ദാഹിക്കുമ്പോൾ ജലം മാത്രം കുടിച്ച് അന്നേ ദിവസം ഫുള്ളായിട്ടൊന്നും കഴിക്കാതെ ഇരിക്കുക, ആഹാരങ്ങളൊന്നും കഴിക്കാതെ ജലം മാത്രം കുടിക്കുക. അത് മദ്യം ഉപവാസമാണ്. ചിലവർ ഉപവാസം എടുക്കുന്നുണ്ട്. ഇപ്പോൾ ഈ അമാവാസി ഉപവാസം എന്നൊക്കെ പറയുന്നുണ്ട്. വേവിക്കാത്ത ഭക്ഷണങ്ങൾ, അതായത് പാചകം ചെയ്യാത്ത ഭക്ഷണങ്ങൾ, പച്ചയായിട്ടുള്ള ചക്കയോ മാങ്ങയോ വെള്ളരിക്കയോ അങ്ങനെ പച്ചക്കറിയോ എന്തെങ്കിലുമൊക്കെ പച്ചയായിട്ടുള്ള ഒന്നും പാചകം ചെയ്യില്ല, പാചകം ചെയ്യാതെ കഴിക്കുന്ന ഉപവാസമുണ്ട്. അങ്ങനെ അപ്പോൾ അവിടെ വേവിച്ച ഭക്ഷണം കഴിക്കുമ്പോൾ അതിന് വേറെ പ്രത്യേകതയാണ്. വേവിക്കാത്തത് കഴിക്കുമ്പോൾ ഉപവാസത്തിൻ്റെ ഒരു മധ്യമത്തിൽ തന്നെയാണ് എങ്കിൽ തന്നെയും അതിനും ഒരു ഉപവാസം എന്നാണ് പറയുക. ഇനി ചിലത് വ്രത ഉപവാസം എടുക്കുന്നവരുണ്ട്. രാവിലെ മാത്രം കഴിക്കും, ഉച്ചയ്ക്കും കഴിക്കില്ല, രാത്രിയും കഴിക്കില്ല. അതിനെ നമുക്ക് ഉപവാസം എന്ന് പറയാം. അത് ഓരോരുത്തരുടെ ഇഷ്ടാനുസരണങ്ങൾ. തലേ ദിവസം ഉപവാസം എടുത്ത് പിറ്റേ ദിവസം വ്രതങ്ങൾ നോറ്റ് ഇങ്ങനെയൊക്കെ കഴിച്ചു കൂട്ടുന്ന ആളുകളുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഉപവാസം ചികിത്സയിലും ആയുർവേദ ചികിത്സയിലും ഉപവാസം വളരെ പ്രധാനമാണ്. അപ്പോൾ ഉപവാസം ചികിത്സയുടെ പ്രധാനമായിട്ടുള്ള, ഇപ്പോൾ നമ്മൾക്കറിയാം മുസ്ലിംസിൻ്റെ 41 ദിവസത്തെ വ്രത നോയമ്പ് എന്ന് പറയുന്നത് അത് പൂർണ്ണ ഉപവാസമാണ്. പകൽ മുഴുവൻ ഒരു വെള്ളം കുടിക്കാതിരിക്കുന്ന പൂർണ്ണ ഉപവാസമാണ്. ശാരീരിക പ്രക്രിയയിൽ ഒരുപാട് മാറ്റങ്ങളും രോഗങ്ങൾ വരെ മാറാനുള്ള ഏറ്റവും വലിയ ഉപവാസമാണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ രോഗമകറ്റാനുള്ള ഏറ്റവും വളരെ ഫലപ്രദമായ ഒരു ചികിത്സാ സമ്പ്രദായം കൂടിയാണ് ഉപവാസം എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്കിപ്പോൾ വല്ലാതെ കുറേ നാൾ നമ്മൾ ഭക്ഷണം കഴിച്ചു, നമുക്ക് ദഹനം നടക്കുന്നില്ല. നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാം. ഇപ്പോൾ നിങ്ങൾക്കൊക്കെ എല്ലാ ദിവസവും നമ്മൾ എന്താണ് ഭക്ഷണം കഴിക്കും, വയറ് നിറച്ച് കഴിക്കും, രാത്രി കഴിക്കും, ഉച്ചയ്ക്കും കഴിക്കും, വൈകുന്നേരവും കഴിക്കും, പുറത്ത് ഹോട്ടലിൽ പോകുമ്പോൾ അവിടെ നിന്നും കഴിക്കും, എല്ലാം കഴിക്കും. നമ്മളൊരു ദിവസം ഒരു കാര്യം ചെയ്യും, കുറേ ദിവസം ഭക്ഷണം കഴിച്ചു, വയറ്റിനൊക്കെ ഒരു സുഖമില്ല, ഗ്യാസ് അങ്ങനെ ഇങ്ങനെ മറ്റത് മറിച്ചത്, വയറൊക്കെ വീർത്ത് വരുന്നു, ആകെ ഭക്ഷണത്തിനോടൊരു അതൃപ്തി, വിരക്തിയൊക്കെ തോന്നുന്നു, അസ്വസ്ഥതകൾ, രോഗങ്ങളൊക്കെയാണ്. നമ്മളൊരു കാര്യം ചെയ്യാം, നാളെ ഒരു ദിവസം ഉപവാസമാവട്ടെ എന്ന് നമ്മൾ വിചാരിച്ചു. അത് ഏതെങ്കിലും ശനിയാഴ്ച ദിവസമോ വ്യാഴാഴ്ച ദിവസമോ നിങ്ങൾ എടുക്കുക. രാവിലെ എഴുന്നേറ്റ് കുളിച്ച്, നേരത്തെ എഴുന്നേറ്റ് കുളിച്ച്, ബ്രാഹ്മ മുഹൂർത്തം 5:30 മണിക്ക് എഴുന്നേറ്റ് കുളിച്ച്, ഏതെങ്കിലും നിങ്ങളുടെ ഇഷ്ടദേവനോ ഇഷ്ടമൂർത്തിയോ നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചു. വേണമെങ്കിൽ ഒന്ന് ക്ഷേത്രത്തിൽ പോയി ക്ഷേത്രത്തിൽ നിന്ന് കുറച്ച് അംക്ഷീര തരുന്ന ആ തീർത്ഥം സേവിച്ച് വീട്ടിൽ വന്ന് അന്നേ ദിവസം നമ്മളൊന്നും കഴിക്കുന്നില്ല എന്ന് തീരുമാനിക്കുക. പൂർണ്ണമായിട്ട് നമ്മുടെ ശാരീരിക സ്ഥിതി കൂടെ നോക്കണം കേട്ടോ. വെറുതെ മരുന്ന് കഴിക്കുന്ന ആളുകളൊന്നും ചാടിക്കറി ഉപവാസം എടുത്തേക്കല്ലേ. അങ്ങനെ നോക്കിയിട്ട് ഇത് അങ്ങനെ ചെയ്ത് വീട്ടിൽ വന്ന് അന്നേ ദിവസം നമ്മൾ നാമജപത്തോടു കൂടി പൂർണ്ണ ഉപവാസമൊക്കെ എടുത്തു കഴിഞ്ഞ് രാത്രി നമ്മൾ രാവിലെ പിറ്റേ ദിവസം കാലത്ത് നമ്മൾ രാവിലെ എഴുന്നേറ്റിട്ട് അതിരാവിലെ നേരത്തെ എഴുന്നേക്കുക. അതിരാവിലെ എന്ന് പറഞ്ഞാൽ 6 മണിക്കല്ല, ഒരു 4 മണി 3:30 മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ എഴുന്നേൽക്കുക. കാരണം തലേ ദിവസം വിശന്ന് കിടക്കുന്നുണ്ട്, ഉറക്കം വരില്ലേ. അപ്പോൾ എഴുന്നേറ്റു 3:30 മണി 4 മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ എഴുന്നേറ്റിട്ട് ചെറുനാരങ്ങ, നല്ലതുപോലെ ചെറുനാരങ്ങ എടുത്തിട്ട് വെള്ളം എടുത്ത്, പച്ചവെള്ളം കുടിക്കാൻ പറ്റാത്തവർ തിളപ്പിച്ചാറ്റിയ ചൂടാറിയ വെള്ളം വെച്ചിട്ടുണ്ടാവണം. അതിൽ ചെറുനാരങ്ങ പിഴിഞ്ഞിട്ട് കല്ലുപ്പ്, പൊടിയുപ്പ് ഇടരുത്, യാതൊരു കാരണവശാലും പൊടിയുപ്പ് ഉപയോഗിക്കരുത്. കല്ലുപ്പ് എടുത്തിട്ട് നല്ലോണം കല്ലുപ്പ് ഇട്ടിട്ട് ചെറുനാരങ്ങ നീര് പിഴിഞ്ഞ് ഇത് 2-3 ഗ്ലാസ് നമ്മൾ കുടിക്കുക. നാരങ്ങ നീര് പിഴിഞ്ഞ് ഉപവാസം അവസാനിപ്പിക്കണം. നിരാഹാര സത്യാഗ്രഹമൊക്കെ നാരങ്ങ വെള്ളം കുടിച്ചല്ലേ അവസാനിപ്പിക്കുക. അപ്പം അതുപോലെ നാരങ്ങ പിഴിഞ്ഞ് നല്ലതുപോലെ കല്ലുപ്പിട്ട് ഇളക്കി നമ്മൾ ഈ വെള്ളം കുടിക്കുക. പഞ്ചസാരയൊന്നും ഇടരുത്. കല്ലുപ്പിട്ട് ഈ ജലം കുടിക്കുക. കുടിച്ച് 2 ഗ്ലാസ് നാരങ്ങ വെള്ളം കുടിക്കുക. കുടിച്ച് കഴിഞ്ഞ് ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക. അന്നേ വരെ അതിൻ്റെ തലേ ദിവസം വരെയൊക്കെ ഭക്ഷണം കഴിച്ച് വയറ്റിലൊക്കെ പ്രശ്നം ഉണ്ടായിരുന്ന ആൾക്കാരാണ് കേട്ടോ. അന്ന് ഈ നാരങ്ങ വെള്ളമൊക്കെ കുടിച്ചൊരു 10-15 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ശരിക്കും പറഞ്ഞാൽ അത് ഒരു വല്ലാത്തൊരു അനുഭൂതിയാണ്. നമുക്ക് മോഷൻ നല്ല ക്ലിയർ ആയിട്ട് ശരിക്കും നമ്മൾ 2, 3, 4 പ്രാവശ്യമൊക്കെ നമ്മുടെ മോഷൻ പോവും. അങ്ങനെ മോഷനൊക്കെ പോയി കഴിഞ്ഞ് നമ്മുടെ ശരീരത്തിന് ഭയങ്കര ഒരു ആയാസം, ഭയങ്കര ഒരു റിലീഫ് ഫീൽ ചെയ്യും. അത് അനുഭവിച്ചറിയണമെന്നുള്ളൊരു നാളെ തന്നെ ഉപവാസം എടുത്ത് വെക്കാം. അപ്പോൾ അങ്ങനെ ഒരു നല്ല സുഖകരമായൊരവസ്ഥയായിരിക്കും. 2-3 വട്ടമൊക്കെ അതെല്ലാം കഴിഞ്ഞ് വളരെ വയറൊക്കെ നല്ല ശുദ്ധമായി കഴിയുമ്പോൾ നമ്മൾ കുറച്ച് ഭക്ഷണം എന്തെങ്കിലും കട്ടിയുള്ള അപ്പം തന്നെ ഇന്നലെ മുഴുവൻ കഴിച്ചില്ലല്ലോ എന്ന് വെച്ചാൽ അപ്പം തന്നെ കുറേ ചില്ലി ചിക്കനും കുറേ പൊറോട്ടയൊക്കെ വാങ്ങിച്ച് വെച്ച് ബിരിയാണിയൊക്കെ അല്ല കഴിക്കേണ്ടത്. കുറച്ച് ചെറിയ കഞ്ഞിയോ അല്ലെങ്കിൽ ചെറുതായിട്ടുള്ള ലൈറ്റ് ഭക്ഷണം എന്തെങ്കിലും കുറച്ച് കഴിക്കുക. ഒന്നുമില്ലെങ്കിൽ കഞ്ഞിയും പയറും കൂടെ ഒരുമിച്ചിട്ട് വേവിച്ചിട്ട് അത് 2-3 സ്പൂൺ കുറച്ച് നെയ്യ് ഒഴിച്ച് അത് കഴിക്കുക. എന്നിട്ട് വയറിനൊരു ചെറിയൊരു സമാധാനം കൊടുക്കുക കുറച്ച് നേരത്തേക്ക്. പിന്നെ ഉച്ചയ്ക്ക് ശേഷം വല്ല ഊണോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ കഴിക്കുക. നിങ്ങൾ നോക്കുക, കഴിഞ്ഞ ഒരു വർഷത്തിനിടയ്ക്ക് അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു മാസത്തിനിടയ്ക്ക് നിങ്ങളുടെ വയറ്റിലുണ്ടായിട്ടുള്ളതായ സകല രോഗങ്ങളും ആ മോഷൻ പോയ സമയത്ത് നിങ്ങൾക്ക്
പോയിട്ടുണ്ടാകും. നിങ്ങളുടെ വയറ്റിലെ എല്ലാ അഴുക്കുകളും എല്ലാ പോർഷൻസും എല്ലാ ദുരിതങ്ങളും പ്രശ്നങ്ങളും നിങ്ങൾക്ക് പോയിട്ടുണ്ടാവാം. അപ്പോൾ മാസത്തിൽ 1, 2, 3 ദിവസം നിങ്ങൾ ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ അപ്പം തന്നെ എന്താവും, പകുതി നമ്മളുടെ രോഗവിമുക്തി വന്നു, പകുതി അസുഖങ്ങൾ നമുക്ക് മാറി, പകുതി രോഗങ്ങൾ ഇല്ലാണ്ടായി. എന്നിട്ട് നമ്മൾ അപ്പം തന്നെ വലിച്ചു വാരി വയറ് നിറച്ച് കഴിക്കാതെ സിമ്പിളായിട്ടുള്ള ലൈറ്റായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിച്ച് ശരീരത്തെ നോർമൽ സ്റ്റേജിലേക്ക് കൊണ്ടുവരിക. അപ്പം നമ്മുടെ ദഹനപ്രക്രിയ ഭംഗിയായിട്ട് നടക്കും. അങ്ങനെ ദഹനപ്രക്രിയ നടക്കുന്നതിനോടുകൂടി നമ്മുടെ രോഗവിമുക്തികൾ ഉണ്ടാവും. ഉപവാസം ഒരു ചികിത്സയുമാണ്. ഉപവാസം ഏറ്റവും വലിയ ഒരു പുണ്യവുമാണ്. കാരണം ഉപവാസം എടുത്താൽ പുണ്യം കിട്ടും, ഉപവാസം എടുത്താൽ പുണ്യം കിട്ടും എന്ന് പറയുന്ന കാര്യം ഇതാ. രോഗം വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താ പുണ്യം കിട്ടില്ല, നമുക്ക് അനുഭവിക്കാൻ യോഗം ഉണ്ടാവില്ല, നമുക്ക് രോഗം വന്ന് മരിക്കേണ്ടി വരും, പൈസയും കൊണ്ട് ആസ്പത്രി കൊടുക്കേണ്ടി വരും. ഇപ്പം ഇങ്ങനെ വരുമ്പോൾ എന്ത് പറ്റും, നമ്മളുടെ ശരീരത്തിന് നല്ല ആയാസം കിട്ടും, കണ്ണിനൊക്കെ നല്ല കാഴ്ചകൾ വരും, കാലിനും കയ്യിനൊക്കെ നല്ല എന്താ പറയുക നല്ല സുഖം ഉണ്ടാവും. ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ അന്നത്തെ ആ ഭക്ഷണം കഴിക്കാതിരിക്കുന്ന ദിവസം നമുക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ട് അവസ്ഥയൊക്കെ തോന്നും. ഭയങ്കരമായിട്ട് തല കറങ്ങും, ചിലവർക്ക് ഭയങ്കരമായിട്ട് പ്രശ്നങ്ങളുണ്ടാവും, നെഞ്ചരിച്ചിൽ വയറരിച്ചിലൊക്കെ ഉണ്ടാവാം. പക്ഷെ ഇതെല്ലാം കഴിഞ്ഞിട്ടാൽ പിറ്റേ ദിവസം ഇത് ചെയ്യുമ്പോൾ നമുക്ക് നല്ലൊരു ആശ്വാസം കിട്ടും. ഇനി ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ പകല് നിങ്ങൾ ഒരു നേരം ഭക്ഷണം കഴിച്ചു, രാവിലെ ലൈറ്റ് കഴിച്ചു, ഉച്ചയ്ക്ക് കുറച്ച് ഊണ് കഴിച്ചു, രാത്രി സൂര്യാസ്തമനത്തിന് മുൻപ് എന്തെങ്കിലും പഴം എന്തെങ്കിലും കഴിച്ചിട്ട് നിങ്ങൾ പിന്നെ അർദ്ധരാത്രി സമയത്ത് ഒന്നും കഴിക്കാതെ, ഭക്ഷണം ഒന്നും കഴിക്കാതെ നിങ്ങൾ പോയിട്ട് കിടക്കുക. രാവിലെ എഴുന്നേറ്റിട്ട് കുറച്ച് നാരങ്ങ വെള്ളം കുടിച്ച് നോക്കുക. നല്ല സുഖമായിരിക്കും നിങ്ങളുടെ വയറ്റിന്. അപ്പോൾ എങ്ങനെ വേണം ഉപവാസം, മദ്യമാണോ പൂർണ്ണതയാണോ, കുറച്ചും കൂടെ പൂർണ്ണതയിലേക്ക് വേണോ എന്നുള്ളത് തീരുമാനിച്ചിട്ട് നിങ്ങളുടെ ശാരീരിക സ്ഥിതിയെല്ലാം തീരുമാനിച്ചിട്ട്, യൂട്യൂബിൽ ഒരു ചേച്ചി പറഞ്ഞു ഉപവാസം എടുക്കാൻ, അവിടെ പട്ടിണി കിടന്നിട്ട് പിറ്റേ ദിവസം രോഗമാക്കരുത്. അതിൻ്റെ നിങ്ങളുടെ ശാരീരിക അവസ്ഥകളും നിങ്ങളുടെ രോഗവിമുക്തി എങ്ങനെ വേണം, നിങ്ങൾക്ക് എങ്ങനെയാണ് പുണ്യങ്ങൾ വേണ്ടതെന്ന് തീരുമാനിച്ചിട്ട് വേണം അത് ചെയ്യാൻ. അപ്പോൾ രോഗാവസ്ഥയിൽ രോഗവിമുക്തിക്ക് ഏറ്റവും പ്രധാനമുള്ള ഒരവസ്ഥയാണ് ഉപവാസം എന്ന് പറഞ്ഞാൽ. രോഗത്തിൻ്റെ തുടക്കത്തിലും കാഠിന്യത്തിലും ഒക്കെ ശരീരത്തെ മന്ദീഭവിപ്പിക്കുകയും വിശപ്പിനെ മന്ദീഭവിപ്പിക്കുകയും ചെയ്യുന്ന സംഗതിയാണ് ഈ ഉപവാസം എന്ന് പറഞ്ഞാൽ. വിശപ്പിൻ്റെ വിളി അല്ലെങ്കിൽ വിശപ്പ് എന്താണെന്ന് അറിയണമെങ്കിൽ നമുക്ക് ഉപവാസം എടുത്താൽ മതി. എന്നും വിശപ്പില്ലാത്തതുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, പക്ഷേ ഉപവാസം എടുത്തു കഴിഞ്ഞ് വിശപ്പിട്ട് വന്നിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ ഭക്ഷണത്തിന് നല്ല രുചിയായിരിക്കും. അപ്പം അതുകൊണ്ട് നമ്മുടെ ഈ ഉപവാസം കൊണ്ട് രോഗം വന്ന ദേഹത്തിലെ മാലിന്യങ്ങളെല്ലാം ബഹിഷ്കരിച്ച് തള്ളി പുറത്തേക്ക് കളഞ്ഞ് ശരീരത്തെ നല്ല ഒരു ഊർജ്ജസ്വലതയിൽ എത്തിക്കാൻ ഈ ഉപവാസത്തിന് സാധിക്കുന്നുണ്ട്. പനി, വയറിളക്കം, ചുമ, അർശസ്, പിന്നെ അതുപോലെ തന്നെ ദേഹത്തിലെ അസുഖങ്ങളെയൊക്കെ പുറത്തേക്ക് കളയാനുള്ള ഒരു രീതിയാണ് ഈ ഉപവാസം എന്ന് പറഞ്ഞാൽ. മാത്രമല്ല അതുകൊണ്ട് നമുക്ക് കുറേ പുണ്യങ്ങളും കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഒരു ഭഗവാന്റെ ഒരു നൊയമ്പ് വന്നു, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം വന്നു, അന്ന് നമ്മൾ ഉപവാസം എടുത്തു, തീർച്ചയായിട്ടും നമുക്ക് അതിൽ നിന്ന് കുറച്ച് ഒരു അനുഗ്രഹം നമുക്ക് വന്നു ചേരുന്നുണ്ട്. അസുഖമില്ലാത്ത അവസ്ഥ തന്നെ അനുഗ്രഹമാണല്ലോ. അപ്പം അതുകൊണ്ട് വാസ്തവം പറഞ്ഞാൽ പ്രകൃതി എന്ന് പറയുന്നത് ദയാമയ്യായ അമ്മയാണ്, വാത്സല്യവതിയാണ് നമ്മുടെ അമ്മ പ്രകൃതി. അപ്പോൾ ആ അമ്മയെ പോലെ നല്ല അമ്മ നമ്മളെ നന്മയിലേക്ക് നയിക്കുന്നു. അതിനാണ് നമ്മൾ ഉപവസിക്കുമ്പോൾ ധാരാളം വെള്ളം കുടിക്കണം എന്ന് പറയുന്നത്. പൂർണ്ണ ഉപവാസം എടുക്കുന്നവരാണെങ്കിൽ പോലും കുറച്ച് ഇത് കഴിയുമ്പോൾ നല്ലതുപോലെ വെള്ളം കുടിക്കണം. ഇനി ഉപവാസത്തിനിടയിൽ ഭക്ഷണം കഴിക്കാതിരുന്നാലും നല്ലതുപോലെ വെള്ളം കുടിക്കണം. 7-8 ഗ്ലാസ് വെള്ളമെങ്കിലും നമ്മൾ ഒരു ദിവസം കുടിച്ചിരിക്കണം. ഉപവാസത്തിൻ്റെ കാലാവധി ഒരു ദിവസമാവാം, 2 ദിവസം എടുക്കണമെന്നൊക്കെ അങ്ങനെയാവാം. വലിയ സന്യാസിമാർ അവധൂതന്മാരൊക്കെ ചിലപ്പോൾ ഒരാഴ്ചയൊക്കെ എടുത്തു വരും. നമ്മളൊക്കെ ഒരാഴ്ച എടുത്താൽ ചിലപ്പോൾ തലകറങ്ങി വീണ് തലയൊക്കെ പൊട്ടിത്തെറിച്ചു എന്ന് പോകും. അപ്പോൾ അതുകൊണ്ട് അത് വേണ്ട. അപ്പം നമ്മൾ ചെയ്യേണ്ടത് ഉപവാസത്തിൻ്റെ കാലാവധി എങ്ങനെ വേണം തീരുമാനിക്കുക. മാസത്തിൽ 1-2 പ്രാവശ്യം നമ്മൾ ഉപവാസം എടുക്കാൻ നോക്കുക. ഉപവാസത്തിന് പൂർണ്ണമായ താല്പര്യം തോന്നുമ്പോഴേ അത് തുടങ്ങാവൂ. അല്ലാതെ ഒരാളും നീ ഉപവാസം എടുത്തേ പറ്റൂ നിർബന്ധിച്ചിട്ട് നമ്മൾ ആരും ചെയ്യാൻ പാടില്ല. നമുക്ക് അത് വേണം, എൻ്റെ ശരീരത്തിന് അത് താങ്ങാൻ പറ്റും എന്ന് ബോധ്യമുള്ളപ്പോൾ മാത്രം നമ്മൾ ഉപവാസം എടുക്കാൻ ശ്രമിക്കുക. പറ്റുന്നില്ലെങ്കിൽ ചെയ്യേണ്ട, പൂർണ്ണ ഉപവാസം എടുക്കണ്ട, മദ്യം എടുത്താൽ മതി. ഉച്ചവരെ എന്തെങ്കിലും കഴിച്ചിട്ട് ഉച്ചയ്ക്ക് ശേഷം നിങ്ങൾ കഴിക്കാതിരുന്നാൽ മതി. ഒരു ഹാഫ് ഡേ നിങ്ങൾ ഉപവാസം എടുത്താൽ മതി. അങ്ങനെ വിശപ്പ് സഹിച്ചിരിക്കാൻ പറ്റും എന്ന് ശങ്കയുള്ളിടത്തോളം എനിക്ക് വിശപ്പ് സഹിക്കാൻ പറ്റില്ല, എനിക്ക് എന്തെങ്കിലും കഴിച്ചേ പറ്റും, നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഉപവാസം എടുക്കാം എന്നാരും പറയരുത്. വിശപ്പ് സഹിക്കാൻ പറ്റും എന്ന് ബോധ്യമുള്ളപ്പോൾ മാത്രം നമ്മൾ ഉപവാസം എടുക്കുക. അങ്ങനെ ഒരു ശങ്കയുണ്ടെങ്കിൽ എന്താണ്, വിശപ്പ് എനിക്ക് സഹിക്കാൻ പറ്റില്ല, എനിക്കത് ബുദ്ധിമുട്ടാണ് എന്ന് ശങ്കയുള്ളവരൊരിക്കലും ഉപവാസം തുടങ്ങരുത്. അത് ശരീരത്തിന് ദോഷം ചെയ്യും.